Welcome to Tasty Buds. ഹായ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. പിന്നെ കുറേ കാലമായി ക്യാമറയുടെ മുന്നിലേക്ക് വന്നിട്ട് പിന്നെ ഞങ്ങൾ അലയിന്ന് നാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഡിഷാണ് പ്രോൺസ് ഗീ റോസ്റ്റ്. അതിന് വേറൊരു പേരുണ്ട്, മാംഗ്ലൂരിയൻ സ്പൈസി പ്രോൺ റോസ്റ്റ് എന്നും കൂടി പേരുണ്ട് അതിന്. അപ്പോൾ അത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ ഗീയിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഗീ പ്രോൺ റോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺ ഗീ റോസ്റ്റ് റെസിപ്പിയാണ്. അതിന് മാംഗ്ലൂരിയൻ സ്റ്റൈൽ സ്പൈസി പ്രോൺ റോസ്റ്റ് എന്നും പറയും. അപ്പോൾ ഞാനൊരു 400 ഗ്രാം പ്രോൺസ്, അത് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചൊരു 2 ടീസ്പൂൺ തൈര്, അതായത് ഒരു 2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും ഏകദേശം. പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞു കൊടുക്കണം അതിലേക്ക്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമാണ്. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതിങ്ങനെ ഇരിക്കണം. അപ്പോൾ 10 മിനിറ്റ് ഇത് റെഡി ആവുന്ന വരെ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കിച്ചണൊന്ന് മാറിയിട്ടുണ്ട്, ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ചേഞ്ചസ് ഇവിടെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനി ഒരു 10 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത് വേണ്ട കുറച്ച് സ്പൈസസ് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ മുളക് നമുക്ക് വറുത്തെടുക്കണം. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങളടുത്ത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി, കാരണം മാംഗ്ലൂരിയൻ റെസിപ്പീസിനൊക്കെ കൂടുതൽ അവർ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ മുളക് ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്, നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കത് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്തിട്ട് വറക്കേണ്ടത് കുറച്ച് വലിയ ജീരകം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. അപ്പോൾ വലിയ ജീരകം അതിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ നാടൻ കുരുമുളകാണ്, ഞാൻ നാട്ടിൽ വന്നപ്പോൾ കിട്ടിയതാണ്, അത് 1 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും, അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉലുവ, അത് ഇനി ഒന്ന് വറുത്തതിന് ശേഷം നമുക്കത് കോരി മാറ്റാം. ചട്ടി ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ശരിയായി വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കോരി മാറ്റുകയാണ്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അടുത്ത് ഞാൻ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. നിങ്ങളെടുത്ത് പൊടിക്കാത്ത മല്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്ററായി ഉണ്ടാവുക. ഇതിപ്പോൾ എൻ്റെ അടുത്ത് പൊടിക്കാത്ത മല്ലി ഇല്ലാത്ത കാരണമാണ് ഞാൻ ഈ മല്ലി വറുത്തെടുക്കുന്നത്. കാരണം നമുക്ക് എല്ലാ സ്പൈസസും കൂടിയിട്ട് മുളകും അതുപോലെ കുരുമുളകും ജീരകവും ഉലുവയും എല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത് വറുത്തതിന് ശേഷം ഇതും കോരി മാറ്റും. അപ്പോൾ ഇത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമുക്ക് നേരത്തെ വറുത്തെടുത്തതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ സ്പൈസ് മിക്സ് എല്ലാം കൂടി നമ്മൾ പൊടിച്ചെടുത്തു, കണ്ടോ, നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി, ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നമ്മൾ ടാമരിൻഡ്, അതായത് നമ്മുടെ കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ കുറച്ച് പുളി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം കൂടി നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടും. ഇനി അത് ഞാൻ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പുളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർന്ന മിശ്രിതം കൂടി ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുളകും ഇതിൻ്റെ മിക്സും എല്ലാം കൂടി ഉള്ള ഈ അരപ്പാണിത്. ഇത് നമുക്കിനി ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. നമുക്കിനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പറഞ്ഞത്, ഈ മിക്സിന് സാധാരണ കുന്താപുരി സ്പൈസ് മിക്സ് എന്നാണ് പറയുക. ഇത് മാംഗ്ലൂരിയൻ സ്റ്റൈലിലൊക്കെ ഉള്ളതാണ്. അതുപോലെ ഇത് ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ അവർ പൊതുവേ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്, ഒരു സ്പൈസ് മിക്സും കൂടിയാണിത്. ഇതാണ് നമ്മൾ ചെമ്മീനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഗീ ആണ് വേണ്ടത്. നമ്മൾ ഓയിലല്ല യൂസ് ചെയ്യുന്നത്, ഗീ ആണ്. അപ്പോൾ 2 ടീസ്പൂണ് ഗീ ഇതിൽ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ ഗീ മസ്റ്റാണ് കേട്ടോ. ആരും അതിൽ കുറച്ച് യൂസ് ചെയ്ത്. അതുകൊണ്ടാണ് പ്രോൺ ഗീ റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗീയൊക്കെ നന്നായി ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് മാരിനേറ്റ് ചെയ്ത പ്രോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പ്രോണൊന്ന് ജസ്റ്റ് ഒന്ന് ഹാഫ് വേവായി വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊസീജിയർ ചെയ്യാം. ചെമ്മീൻ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെള്ളം അതിൽ വരും. അത് കുഴപ്പമില്ല, അത് അതിൽ കിടന്ന് അങ്ങനെ വറ്റിക്കുള്ളൂ. ഒരു ഹാഫ് വേവ് ആകുമ്പോഴേക്കും വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഹാഫ് വേവ് ആകുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് അല്ലെങ്കിൽ ചെമ്മീൻ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. എപ്പോഴും വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് എപ്പോഴും അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മിക്സി കഴുകിയ കുറച്ച് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അത് അതിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരണം. നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെമ്മീനിൽ. പക്ഷേ നമ്മൾ ഈ മസാലയും കൂടി ചേർക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കാം. അതോ ഉപ്പ് ഇത് മതിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അത് ഓപ്ഷനിലാണ്. ഉപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചച്ചുവ മാറുന്നവരെ ഇത് അവിടെ ഒന്ന് കിടന്ന് റെഡി ആവട്ടെ. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പ്രോൺ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി തൂവിയിട്ട് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ചെമ്മീൻ ഗീ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിഷ് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോൺ ഗീ റോസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ വേറൊരു പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞു, മാംഗളോറിയൻ സ്റ്റൈൽ സ്പൈസി പ്രോൺ റോസ്റ്റ് എന്നാണ് ഇതിന് വേറൊരു പേര്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.